വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം 27 അന്നംല് 59-60 ആയത്തുകൾ. പറയുക, സർവസ്തുതിയും ദൈവത്തിന്, അവൻ പ്രത്യേകമായി തിരഞ്ഞെടുത്ത അവൻ്റെ അടിമകൾക്ക് സമാധാനമുണ്ടാകട്ടെ. സാക്ഷാൽ ദൈവമാണോ ഉത്കൃഷ്ടൻ? അതല്ല, മനുഷ്യർ കൃത്രിമമായി സങ്കല്പിച്ചുണ്ടാക്കിയ ദൈവങ്ങളാണോ? ആകാശഭൂമികളെ സൃഷ്ടിച്ചതും മാനത്ത് നിന്നും ജലമിറക്കിത്തരുന്നതും ആരാണ്? അതുവഴി ശബളാഭമായ തോട്ടങ്ങൾ വളർത്തുന്നു. അതിലെ ചെടികൾ മുളപ്പിക്കൽ നിങ്ങളുടെ കഴിവിൽപ്പെട്ടതൊന്നുമല്ലല്ലോ. ഇതിലൊക്കെ മറ്റ് ദൈവങ്ങൾക്ക്, മനുഷ്യർ സങ്കല്പിച്ചുണ്ടാക്കുന്ന ദൈവങ്ങൾക്ക് വല്ല പങ്കുമുണ്ടോ? അങ്ങനെ വിചാരിക്കുന്നവരൊക്കെ സത്യത്തിൽ നിന്നും വ്യതിചലിച്ച ജനങ്ങളാണ്. ഇതിനു മുമ്പുള്ള സൂക്തങ്ങളിൽ സത്യനിഷേധികളും ധിക്കാരികളുമായ ജനതകളുടെ പതന ചരിത്രവും സത്യവിശ്വാസത്തിലേക്കും ധാർമ്മിക സദാചാര മൂല്യങ്ങളിലേക്കും ജനങ്ങളെ ക്ഷണിച്ചിരുന്ന പ്രവാചകന്മാരെക്കുറിച്ചും അനുസ്മരിക്കുകയുണ്ടായി. ആ പ്രവാചകന്മാർക്കും അവരുടെ അനുയായികൾക്കും ഐഹിക പാരത്രിക ജീവിതത്തിൽ സമാധാനവും ശാന്തിയും വിജയവും ഉണ്ടാവും. മനുഷ്യരുടെയും പ്രപഞ്ചത്തെ മറ്റ് സൃഷ്ടിജാലങ്ങളുടെയും സ്തുതികീർത്തനങ്ങൾക്കും ആരാധനകൾക്കും അർഹൻ സാക്ഷാൽ ഏകദൈവം മാത്രമാണ്. മനുഷ്യർ സങ്കല്പിച്ചുണ്ടാക്കുന്ന എണ്ണമറ്റ ദൈവങ്ങൾക്കൊന്നും അതിന് യാതൊരു അർഹതയുമില്ല. അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ആകാശഭൂമികളിൽ കാണപ്പെടുന്ന പ്രതിഭാസങ്ങൾ. മനുഷ്യൻ ജീവൻ നിലനിർത്തുവാനായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വായു, വെള്ളം, കാർഷിക വിഭവങ്ങൾ, ഇതൊക്കെ തന്നെ സൃഷ്ടിച്ചത് ആരാണ്? മനുഷ്യർ സങ്കല്പിച്ചുണ്ടാക്കുന്ന ദൈവങ്ങളാണോ? മനുഷ്യൻ കൃഷി ചെയ്തുണ്ടാക്കുന്ന വിഭവങ്ങൾ അവരുടെ സ്വന്തം പരിശ്രമത്താൽ മാത്രം ഉണ്ടാകുന്നതാണോ? കൃഷിക്കാവശ്യമായ ഭൂമി, വെള്ളം, സൂര്യപ്രകാശം, വളം, അനുയോജ്യമായ കാലാവസ്ഥ തുടങ്ങിയവർക്ക് സംവിധാനിച്ചവൻ ആരാണ്? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കുന്നവർക്ക് സാക്ഷാൽ ദൈവത്തെ കണ്ടെത്താൻ സാധിക്കും. അല്ലാത്തവരൊക്കെ മാർഗഭ്രംശം സംഭവിച്ചവരാണ്, സത്യമാർഗത്തിൽ നിന്നും വഴിതെറ്റിപ്പോയവരാണ്.